അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്. പൊതുവെ എല്ലാവരും തിരക്ക് തന്നെ, ജോലി തിരക്ക് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ സമയം കിട്ടുമ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം തുടരും എന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പം മലയാള സിനിമയിൽ മുഴങ്ങി നിൽക്കുന്നതെന്ന് പറയാം. പല തിയേറ്ററിൻ്റെയും തന്നെ വീഡിയോകൾ നമുക്ക് വരുമ്പോൾ രാത്രിയിലൊക്കെ എന്ന് പറഞ്ഞാൽ യാതൊരു രക്ഷയില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ എമ്പുരാനിൽ കണ്ടായിരുന്നു ഈ തിരക്ക്. പക്ഷേ ഇപ്പം തുടരും വീണ്ടും ആ തിരക്ക് തിയേറ്ററിൽ സജീവമാക്കിയിരിക്കുകയാണ്. ഇതിനിടയിൽ വേറെ ഒരു പ്രത്യേകത, എമ്പുരാനെ അപേക്ഷിച്ച് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത, 3 വയസ്സുള്ള കുട്ടി മുതൽ 80 വയസ്സുള്ള അമ്മമാർ വരെ തിയേറ്ററിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പുരുഷന്മാരായിരുന്നു എമ്പുരാൻ കാണുവാൻ കൂടുതലുള്ളത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഫാമിലി സ്ത്രീകൾ മൊത്തം തിയേറ്ററിലേക്ക് പോകുന്നു. അത് വളരെ നാളിന് ശേഷം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. എന്താ സൗന്ദര്യം അല്ലേ. പല തിയേറ്ററിലെയും വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴുണ്ടല്ലോ വല്ലാതെ കൊതിച്ചിട്ട് മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവരെല്ലാം കൊതിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ആ പണ്ടൊക്കെ നമ്മൾ പലപ്പോഴും പല ചിത്രങ്ങൾക്കും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാൽ ചിത്രങ്ങൾക്ക്, പഴയ കാലത്തെ മോഹൻലാൽ ചിത്രങ്ങൾക്കെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തിയേറ്ററിൽ ടിക്കറ്റിനും തിരക്ക് കൂട്ടുന്നതും അതുപോലെ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരുടെ തിരക്ക് എല്ലാം കൊണ്ടും ഒരു ജനസമുദ്രമായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വളരെ നാളിന് ശേഷം ഇപ്പം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം സന്തോഷം നൽകുന്നുണ്ട്. ചിലവർക്കൊക്കെ നെഞ്ചിടിപ്പുണ്ടാകുന്നുണ്ടെങ്കിലും അത് മാറ്റി നിർത്തുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പം തിങ്കളാഴ്ച ദിവസമാണ്, വർക്കിംഗ് ഡേ ആണ്. പലരും പ്രതീക്ഷിച്ചിരിക്കുന്നത്, നമ്മളും പ്രതീക്ഷിക്കുന്നത് വർക്കിംഗ് ഡേ കളക്ഷൻ കുറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇന്നലെ വരെ ഈ ഞായറാഴ്ച ദിവസം കത്തിക്കേറുകയായിരുന്നു. ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ എനിക്ക് തോന്നുന്നു 3 ദിവസത്തെ കളക്ഷൻ അപേക്ഷിച്ച് ഏറ്റവും വലിയ കളക്ഷൻ തന്നെയാണ്. ഏകദേശം 30 കോടിയോളം വേൾഡ് വൈഡായിട്ട് നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. അപ്പം ഇന്ത്യയിൽ നിന്നൊട്ടാകെ ഇന്നലെ 10 കോടിക്ക് മുകളിൽ 10,92,00,000 രൂപ എന്നുള്ളതാണ് ഇപ്പം കിട്ടുന്ന വിവരം. കാരണം ഇതിൻ്റെ കണക്കുകളൊക്കെ കൃത്യമായിട്ട് കിട്ടാൻ ഉച്ചയോളം ആകും എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 70 കോടിയെങ്കിലും വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം കളക്ട് ചെയ്തു. 24 കോടിയോളം കേരളത്തിൽ നിന്ന് മാത്രമായി 25 കോടി കടന്നു എന്ന് പറയാം. ഈ 2 ദിവസം 1.5 ദിവസമൊക്കെ കഴിയുമ്പം ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത, മലയാളത്തിലെ ഒരു മഹാനടൻ്റെ 2 ചിത്രങ്ങളെ 2 ദിവസം കൊണ്ട് തന്നെ തുടരും എന്ന ചിത്രം മറികടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ ഇത് വേറെ ലെവലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും മോഹൻലാലിനെ എതിർത്തുകൊണ്ടിരിക്കുന്നവർ പറയുന്നത് മോഹൻലാലിന് ഒറ്റയ്ക്കല്ലല്ലോ നേടിയത്, ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ ഇതെല്ലാം നേടുന്നത് എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് മോഹൻലാൽ ഒറ്റയ്ക്ക് വന്ന് നേടുന്നത് അവർ നേടുന്ന കളക്ഷൻ്റെ ഇരട്ടിയൊക്കെ വരുന്നു. ഇപ്പം ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. കേവലം 2 ദിവസം മാത്രമേ ആയുള്ളൂ ആ കളക്ഷൻ മറികടക്കാൻ. അപ്പോൾ ആ ലാലേട്ടൻ്റെ പവർ ഒന്ന് വേറെ തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പലർക്കും മനസ്സിലാകാതിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ദിവസം കളക്ഷൻ കുറയുമെന്ന് പ്രതീക്ഷിച്ചവരെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള പ്രീസെയിൽ കളക്ഷൻ തന്നെയാണ് ഇന്നലെ രാത്രി വളരെ വൈകി പുറത്തു വന്നിരിക്കുന്നത്. 4,18,90,821 രൂപയാണ് ഇന്നലെ വൈകുന്നേരം പ്രീസെയിലൂടെ മാത്രം നേടിയിരിക്കുന്നത്. 1,751 ഷോയുടെ ട്രാക്കിംഗ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ചയും ഏകദേശം ഒരു 8 കോടി റേഞ്ചിലേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ ടിക്കറ്റ് വിറ്റത് 32,521 ടിക്കറ്റ് വിറ്റു. ആ ടിക്കറ്റ് വിൽപ്പനയും ഒരു റെക്കോർഡായിട്ട് മാറിയിട്ടുണ്ട്. 1 മില്യന് മുകളിൽ ടിക്കറ്റ് വിറ്റ് മാറിയിട്ടുണ്ട് ഈ 2-3 ദിവസത്തിനുള്ളിൽ. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. കാരണം 4 ലക്ഷത്തി ചില്വാനം ടിക്കറ്റാണ് 2 ദിവസം വിറ്റത്. ഇന്നലെ 3,27,210 ടിക്കറ്റും വിറ്റു. അപ്പം വേറെ ലെവൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഇപ്പം വിറ്റുകൊണ്ടിരിക്കുന്നത് തുടരും എന്ന ചിത്രമാണ്. തുടരും എന്ന ചിത്രം ഇറങ്ങിയതിന് ശേഷം ഇതുതന്നെയാണ് അവസ്ഥ.
ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായിട്ട് തുടരും മാറുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഇത് ചിത്രത്തിൻ്റെ 3 ദിവസം കൊണ്ട് തന്നെ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തത് 75 കോടിയിലേക്ക് വരുന്നു എന്നാണ്. അത് കൃത്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 75 കോടി എന്ന് പറയുമ്പം കടുത്ത മോഹൻലാൽ ആരാധകർ പോലും വിചാരിച്ചു, അത് ഇച്ചിരി തള്ള കൂടിപ്പോയില്ലേ എന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾ നിശ്ചയമായും പ്രതീക്ഷിച്ചു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് 100 കോടി കടക്കും എന്നൊന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. കാരണം ഈ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കൊണ്ട് ഈ ചിത്രം 100 കോടിയിലേക്ക് എത്തുന്ന ചിത്രമാണ്. ഒരുപക്ഷെ ഒരാഴ്ച പിന്നിടുമ്പോഴത്തേന് 200 കോടിയൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ട്. ആ ലെവല് കളക്ഷനാണ്. നമ്മൾ ഒരു ചിത്രത്തിനും പ്രതീക്ഷിക്കാത്ത കളക്ഷനാണ്. അത് തിയേറ്ററിലൊക്കെ പോയി നോക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. അതുപോലെ വാർത്തകളൊക്കെ പരിശോധിക്കുമ്പോഴൊക്കെ മനസ്സിലാകും. കാരണം ഒരു സമയത്ത് പോലും ഇതിൻ്റെ കളക്ഷൻ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം വ്യാഴാഴ്ച, സാധാരണ എല്ലാ ചിത്രങ്ങളും വ്യാഴാഴ്ചയാണ് റിലീഫ് ചെയ്യുന്നത്. വ്യാഴാഴ്ചയും കൂടെ റിലീഫ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഇപ്പം പറയാതെ തന്നെ അറിയാം. കാരണം വീക്കെൻഡ് കളക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിന് മുകളിൽ പോയേനെ. പക്ഷേ ഇത് വെള്ളിയാഴ്ചയാണ്. വെള്ളി, ശനി, ഞായർ, ഇന്ന് തിങ്കളാണ്. അപ്പോൾ ആ ലെവലൊരു ചിത്രം മാറുക, ചിത്രം ഇറങ്ങി ആദ്യ ദിനം തന്നെ സൂപ്പർ ഹിറ്റിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നും കാണാത്ത കാര്യമാണ്. അപ്പോൾ അതുപോലെ തിരക്കും ബഹളവും ഒക്കെ ആയിട്ട് വളരെ നാളിന് ശേഷം ഞങ്ങളുടെ ലാലേട്ടനെ കണ്ടു എന്ന് ആൾക്കാർ പറയുമ്പോഴുണ്ട് ഒരു പ്രത്യേക സന്തോഷമാണ്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ വേറെ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നു. കാരണം എനിക്കൊരു അവസരം തരൂ ലാലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് 2018 സംവിധായകൻ ജൂഡ് ആൻ്റണി ഒരു കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കും കൂടെ ഇത് കണ്ടിട്ട് എനിക്ക് കൊതിയാകുന്ന ലാലേട്ട, എനിക്കും ഒരു അവസരം തരൂ എന്ന്. 2018 സംവിധായകനാണ് ഈ പറയുന്നത്. ലാലേട്ട എനിക്കും കൂടെ ഒരു അവസരം തരാൻ. അപ്പം മലയാള സിനിമ അല്ലെങ്കിൽ മലയാള സിനിമയിലെ സംവിധായകർ, പുതിയ സംവിധായകരായാലും പഴയ സംവിധായകരായാലും ലാലേട്ടനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, ലാലേട്ടൻ്റെ കൂടെ ഒരു പടമെടുക്കാൻ വേണ്ടി അവരെന്തുമാത്രം കൊതിക്കുന്നു എന്ന് ഈ വാക്കുകൾ തന്നെ മനസ്സിലാവും. പല സിനിമാ പ്രവർത്തകരും എല്ലാവരും ഒരു സ്ഥലത്തിൽ പറയുന്നു ഇങ്ങനൊരു ചിത്രം അടുത്ത കാലത്തൊന്നും അവർ കണ്ടിട്ടില്ല. അതാണ് പറയുന്നത്, മലയാള സിനിമയുടെ ഒരു ആഘോഷ രാവായി മാറുക, ആഘോഷങ്ങളുടെ നാളുകളായത്. അത് വളരെ നാളിന് ശേഷം മലയാള സിനിമ നഷ്ടത്തിലാണെന്ന് പലരും പറയുന്നു. അതിനൊക്കെ കവച്ചു വെക്കുന്ന പ്രകടനം തന്നെയാണ് എമ്പുരാൻ, അതിനുശേഷം തുടരും. ഈ 2 ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് പഴയ കാലത്ത് ഒരു സുവർണ കാലഘട്ടത്തിലേക്കുള്ള ഓർമ്മകളും പ്രതീക്ഷകളും ഒക്കെയാണ് നൽകുന്നത്. അത് അങ്ങനെ തന്നെ തുടരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലാലേട്ടൻ ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് തരുന്ന ഊർജവും പവറും എന്താണെന്ന് മനസ്സിലാക്കാത്ത പലരും ഉണ്ട്. അവരൊക്കെ മനസ്സിലാക്കിയാൽ നന്ന്. അവർ പുറമേ പറയുന്നെങ്കിലും, പലരും പുറമേ പറയുന്നുവെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലറിയാം ലാലേട്ടൻ തുനിഞ്ഞിറങ്ങണം, മലയാള സിനിമയിൽ എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ എന്ന് അവർക്കറിയാം. അവർ പിന്നെ പുറമേ പറയുന്നില്ല എന്നേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പെരുമാറുക. ഇവർക്ക് വേദന കൊണ്ട് പലരും പല കമൻറ്റുകളും നമുക്ക് വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട്. ഞാൻ അവരുടെ വേദനയായിട്ട് കരുതി അതെല്ലാം അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. അപ്പം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്താം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. ഓക്കെ, ബൈ.